ഗഫൂർ സാഹിബേ, അയ്യുഹന്നാസ് ഊസീകും ഇബാദുല്ലാഹി വയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ് എന്ന് എല്ലാ ഖുത്ബയിലും ഖതീബുമാര് പറയാറുണ്ട്. ഇതിന്റെ പൊരുള് ഈ കേൾക്കുന്ന എത്ര പേർക്കറിയാം? താങ്കൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിന്റെ പൊരുള് കേൾക്കുന്ന എത്ര പേർക്കറിയാം? 600 സഹോദര, യാ അയ്യുഹന്നാസ് ജനങ്ങളോട്, യൂസിക്കും ഇബാദല്ലാഹി, അതെന്താണ്? ഇബാദത്താണ്. കണ്ടോ, പ്രത്യേക അന്തും സലാത്ത് കൊണ്ട് തുടങ്ങിയിട്ട് ദുആ കൊണ്ട് അവസാനിക്കുന്ന ഇബാദത്താണ്. ആ ഇബാദത്തുകൾക്ക്, ഈ പ്രത്യേക ഇബാദത്തുകൾക്ക് ഇത്തിബാഅാണ് വേണ്ടത് എന്നല്ലാതെ യുക്തിയല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഓതുന്ന ഇമാമിന് പോലും തിരിയൽ നിർബന്ധമല്ല എന്ന്. അത് ശരി, 091 നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരല്ല, പ്രമാണികരായ പണ്ഡിതന്മാരെ ചോദിച്ചത്. നിങ്ങൾ ഫാൻസ് മൗലവിനെ അംഗീകരിച്ചിട്ടില്ലേ? ഇപ്പൊ അംഗീകരിക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. അതുപോലെ തന്നെ അനീഫൻ അംഗീകരിച്ചിട്ടില്ലേ? ഇപ്പൊ അംഗീകരിക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. അതൊന്നല്ല ഇവിടെ വിഷയം. നിങ്ങൾ കെ എം മൗലവി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കെ എം മൗലവി അതിന് എതിർത്ത് പറയുന്നുണ്ട്. മറ്റങ്ങൾ KP എന്ന് മൗലവിയാണ്, അദ്ദേഹം അതിനെ അംഗീകരിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവർ രണ്ടു കൂട്ടത്തിൽ നിങ്ങൾ ആരെ അംഗീകരിക്കുന്നത്? എന്തായാലും സന്തോഷമുണ്ട്. ഓതുന്ന ഇമാമിന് പോലും തിരിയേണ്ടത് നിർബന്ധം ഇല്ലല്ലേ? അങ്ങ് ഓതി വിട്ടാ മതി. സുബ്ഹാനല്ലാഹ്. ഓതുന്ന ഇമാമിന് അയ്യുഹന്നാസ് ഊസീകും ഇബാദുല്ലാഹി വയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു അഥവാ വസിയത്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന കൗമിന് മനസ്സിലാകണ്ട. വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി അല്ലേ സുഹൃത്തെ? ഓതുന്ന ആൾക്ക് പോലും മനസ്സിലാകണ്ട, വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. അതര വ്യായാമം. കുത്തുബി കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന, നബാത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങ് വായിച്ചു വിട്ടാൽ മതി. സുബ്ഹാനല്ലാഹ്. സുഹൃത്തെ, അർത്ഥമറിയാതെ പാരായണം ചെയ്താൽ പുണ്യം കിട്ടുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. അർത്ഥമറിയാതെ ആണെങ്കിലും അതിന് പുണ്യം കിട്ടും. എന്നാലോ ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കാര്യം അർത്ഥം പോലും അറിയാതെ പറഞ്ഞു വിട്ടാൽ അതിന് പുണ്യം കിട്ടും എന്ന് വിശ്വസിക്കുന്നത് വല്ലാത്ത കൗമ തന്നെ. സുബ്ഹാനല്ലാഹ്. 600 പരിഹസിക്കണ്ട. അവിടെ ഇത്തിബാഅാണ് ഇബാദത്തിൽ ഏറ്റവും പ്രത്യേകത. ഇപ്പൊ ഒരു നിസ്കരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ നിസ്കാരം സഹിയാണെങ്കിൽ അതിന്റെ അർത്ഥം ഫുള്ള് അറിഞ്ഞിരിക്കണമെന്നുണ്ടോ? ഇല്ല. അവിടെ ഇത്തിബാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക? സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, അല്ലേ? അപ്പൊ അതുപോലെ ഇബാദത്തായതുകൊണ്ട് അവിടെ ഇത്തിബാഅാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാര്. എന്നാ അതിന്റെ അർത്ഥം ഒന്ന് വെച്ചാണ് നമ്മളെ 091 സഹോദരൻ ഒന്ന് അർത്ഥം വെച്ചാണ് അവിടെ യൂസിക്കും ഇബാദല്ലാഹ് അങ്ങനെ പറഞ്ഞതിന് അതിന്റെ അർത്ഥം ഒന്ന് വെച്ചാണ് നിങ്ങള്. KP മൗലവി പറഞ്ഞത് അംഗീകരിക്കുക, KM മൗലവി പറഞ്ഞത് തള്ളുക, റഷീദ് റിളയെ തള്ളുക. നല്ല ഇത്തിബാ അല്ലേ? അല്ലെങ്കിൽ നല്ല അനുസരണല്ലേ? രണ്ടും മുജാഹിദിന്റെ പണ്ഡിതന്മാർ തന്നെ. നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു അതിന്റെ അർത്ഥം. എന്തായാലും സന്തോഷമുണ്ട്. ഓതുന്ന ഇമാമിന് പോലും തിരിയേണ്ടത് നിർബന്ധം ഇല്ലല്ലേ? അങ്ങ് ഓതി വിട്ടാ മതി. സുബ്ഹാനല്ലാഹ്. ഓതുന്ന ഇമാമിന് അയ്യുഹന്നാസ് ഊസീകും ഇബാദുല്ലാഹി വയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു അഥവാ വസിയത്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന കൗമിന് മനസ്സിലാകണ്ട. വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി അല്ലേ സുഹൃത്തെ? ഓതുന്ന ആൾക്ക് അല്ല, അത് അർത്ഥം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, അല്ല ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അടിമകൾ എന്ന് അർത്ഥമുണ്ട്. ഇതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുത്തുബ ഇബാദത്തിന്റെ പരിധിപ്പെടുന്ന പ്രത്യേകമായിട്ട് ഹന്തും സലാത്തും കൊണ്ട് ആരംഭിച്ച് ദുആ കൊണ്ട് അവസാനിക്കുന്ന ഒരു ആരാധനയാണെന്ന് പണ്ഡിതന്മാരെ നിങ്ങൾ വിഷയം തള്ളുമോ? ഇമാം ഷാഫിയെ തള്ളിയിട്ടില്ല. ഇമാം ഷാഫിയുടെ കൗല് ദുർവിയോഗം ചെയ്തതാണ് നിങ്ങൾ. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ ഇത് കുത്തുബ മൊത്തം അനർബിയിൽ ഓതുന്നതിന്റെ തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഒരാൾ കയറി വന്നപ്പോ പറഞ്ഞു, ആദ്യം വിശദീകരിച്ചുകൊണ്ട് ആധികാരിക ഇമാം നബവി പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല.
അപ്പൊ ദുർവിയോഗം നിങ്ങൾ എന്തെല്ലാം നടത്താറുണ്ട്, അതുപോലെ ഇവിടെ നടത്തുന്നു എന്ന് പിടികൂടിയതാണ്. ഇപ്പൊ അറബി പഠിക്കൽ നിർബന്ധം എന്ന് പറഞ്ഞപ്പോ വല്ലതായതാണ്. അതിപ്പം നമ്മൾ പെട്ടെന്ന് തയ്ച്ചു പോകും സംസാരം കേൾക്കുമ്പോൾ. അങ്ങനെ ഇബാദത്തും കൂടി മാറിപ്പോയതാണ്. ഏതായാലാവട്ടെ, അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ്. മാത്രമല്ല അതിപ്പോ ഹദീസ് ഉണ്ടല്ലോ, തൊലബൽ അൽമു ഫരീലത്തും അലൽ മുസ്ലിമീന എന്ന ഹദീസ് ഉണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അൽമു തേടൽ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഇൽമ് ഇല്ലാത്തവൻ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ചില ആളുകൾക്ക് എല്ലാ ഇൽമും കിട്ടിയിരിക്കണമെന്നില്ല. ഇതിപ്പോ നേരെ കോട്ടിമാറ്റാൻ ശ്രമിക്കുന്നത് മറ്റേ പ്രസംഗങ്ങൾ പോലെ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ ചങ്ങായിമാരെ, അത് ഇബാദത്ത്, അതിന് കൂലി കിട്ടൂല എന്നുള്ള അഭിപ്രായമില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് കേവലം മറ്റു പ്രസംഗങ്ങളെ പോലുള്ള ഒരു പ്രസംഗമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെന്ന്. അപ്പൊ എങ്ങനെ ഇത് ആ പ്രസംഗത്തിൽ പെടുക? ഇത് ജുമുഅ ഖുതുബയാണ്, അല്ലാതെ കേവലം നിങ്ങളെ സ്റ്റേജ് മേലെ കവലപ്പ അല്ലെങ്കിൽ പ്രസംഗമല്ല. അൽഹംദുലില്ലാ, ചില ആളുകൾക്ക് എല്ലാ ഇൽമും കിട്ടിയിരിക്കണമെന്നില്ല. അബ്ദുൽ ഗഫൂർ സാഹിബ് അത് സമ്മതിച്ചു. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ ഇൽമും കിട്ടിയിരിക്കണം, ഞങ്ങൾക്കും എല്ലാ ഇൽമും കിട്ടിയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായ ഇൽമ കിട്ടിയിട്ടില്ല സുഹൃത്തെ. അതുകൊണ്ടാണ് നിങ്ങൾ ജാറങ്ങളിലേക്ക് പോകുന്നതെന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കില്ല. എല്ലാ ഇൽമും കിട്ടാത്തത് കൊണ്ടാണ് മനുഷ്യര് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. എന്തായാലും മനുഷ്യനാണ്, അബദ്ധം പറ്റും. ഇബാദല്ലാ എന്ന് കേൾക്കുമ്പോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണേ എന്ന് പറഞ്ഞത് നിങ്ങള് അത് കേട്ടപ്പോ തെറ്റിപ്പോയതാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് പോലും ആ പറയുന്നതിന്റെ അർത്ഥം ഇതുവരെ മനസ്സിലായിരുന്നില്ല, അല്ലയോ മനുഷ്യ സമൂഹമേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു എന്ന് ഖതീബ് പറയുന്നു. അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും ബോധ്യമായില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന മാതൃഭാഷയിലാക്കണം. ആ വസിയത്ത് പോലും, ആ ഉപദേശം നിങ്ങളോട് പറയുന്നത് പോലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. അൽഹംദുലില്ലാ. മൊത്തം അനറബി ഭാഷയിലാണെന്ന് പറഞ്ഞാൽ അന്തു സ്വലാത്ത് വഹിച്ചിട്ട് അർക്കാനുകൾ വഹിച്ചിട്ട് നിങ്ങൾ പരിഭാഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ റഷീദിലുള്ള പറയുന്നുണ്ട് അങ്ങനെ പരിഭാഷപ്പെടുത്തിയത് മുസ്തഫ കമാലാണെന്നും മാത്രമല്ല അന്നത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ എതിർത്തിരുന്നുവെന്നും. ഇവിടെ ഒരു ഉരുണ്ടുകളി നടത്താൻ നോക്കി, പെട്ടെന്ന് കേട്ടപ്പോ തെറ്റിപ്പോയാണ്. പെട്ടെന്ന് കേട്ടതല്ലല്ലോ, കൊല്ലങ്ങളായിട്ട് നിങ്ങൾ അത് കേട്ടിട്ടുള്ളതല്ലേ? കൊല്ലങ്ങളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ എങ്ങനെയാ തെറ്റിപ്പോയത്? നിങ്ങൾക്കത് മനസ്സിലായിരുന്നില്ല ഇതുവരെ. അത് തന്നെയാണ് അതിന്റെ ചുരുക്കം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേൾക്കുന്ന സഹോദരന്മാരെ, ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. വല്ലാതെ ഇതിങ്ങോട്ട് അടിക്കണ്ട. ഞാന് അവിടെ ഇബാദും തമ്മിൽ മാറിപ്പോയതാന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പതിമ ഉരുണ്ട് കളിക്കുന്ന ആരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കൊല്ലങ്ങളായി കേൾക്കുന്നതല്ലേ, നിങ്ങൾ കൊല്ലങ്ങളായി കേൾക്കുന്ന സംഗതികൾ നിങ്ങൾക്ക് അറിയാത്തില്ലേ? ഞാൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം നിങ്ങൾ ഓതുണ്ടാവും, അത് കൊല്ലങ്ങളായിട്ട് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയണോണ്ടാ? അല്ല. അപ്പൊ അതുപോലെ ഇത് നമ്മൾ കൊല്ലങ്ങളായി കേൾക്കണോണ്ട് ഞാൻ പറയാം ഇബാദത്തും തമ്മിൽ മാറിപ്പോയതാന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ സാഹിബേ, ഇത് നിങ്ങളുടെ സ്ഥിരം പണിയാണ്. നിങ്ങളുടെ പൊട്ടത്തരം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യുന്നത് നിങ്ങളുടെ സ്ഥിരം പണിയാണ്. അത് വേണ്ട. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. അയ്യുഹന്നാസ് ഊസീകും ഇബാദുല്ലാഹി വയ്യായ ഔവലം ബിത്തഖ്വല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ ഈ അബ്ദുൽ ഗഫൂർ പറഞ്ഞു ഊസീകും ഇബാദുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്നാണ് ആ പറയുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് തിരുത്തി കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു പെട്ടെന്ന് കേട്ടപ്പോൾ തെറ്റിപ്പോയതാണോ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കേട്ടതാണോ? ജീവിതത്തിൽ ഇതുവരെ കേട്ട ഖുതുബ പെട്ടെന്ന് കേൾക്കുന്നതാണോ? എല്ലാ ആഴ്ചയിലും കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് കേൾക്കുന്നതാണോ? എല്ലാ ആഴ്ചയിലും കേട്ടിട്ടും അയാൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് ചോദിച്ചപ്പോൾ അയാൾ ടെസ്റ്റ് അടിച്ച് കവർ ചെയ്യുന്നു. സുഹൃത്തെ, ഇബാദത്തും ഇബാദുല്ലായും തമ്മിൽ മാറിപ്പോകുന്നത് എങ്ങനെയാണ്? കൊല്ലങ്ങളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം എങ്ങനെ മാറിപ്പോകും? നിങ്ങൾക്ക് അന്നേരം കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോഴെങ്ങനെ നിങ്ങൾക്കത് പെട്ടെന്ന് മാറിപ്പോകുന്നത്? അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ലല്ലോ, കൊല്ലങ്ങളായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതല്ലേ, ഓരോ ആഴ്ചയിലും കേട്ടോണ്ടിരിക്കുന്നതല്ലേ, അന്നേരം എങ്ങനെ പെട്ടെന്ന് കേൾക്കുന്നത്? അത് കണ്ടോ, ഇതുവരെ ഒരു തെളിവും പറയാൻ കഴിയാതായപ്പോ, പ്രമാണബന്ധമായിട്ട് തെളിയിക്കാൻ കഴിയാതായപ്പോ ഇബാദുമ്മ കൂടി
ഞാൻ പറഞ്ഞു തെറ്റ് പറ്റിപ്പോയി, പറഞ്ഞു, സമ്മതിക്കുന്നു. നിങ്ങൾക്ക് പ്രമാണങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പോലെയല്ല, ഇവിടെ അർത്ഥത്തിൽ വന്ന തെറ്റാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നല്ലാതെ നിങ്ങൾ ഒരു പ്രമാണമില്ലാതെ ഒരു ജനതയെ മൊത്തം തെറ്റിലേക്ക് നയിക്കുകയല്ല ഇവിടെ. അതിൽ അർത്ഥത്തിൽ വന്നൊരു തെറ്റ് അത് ഞാൻ തിരുത്തുന്നു സഹോദര, ഞാൻ അതിമ തൂങ്ങല്ല. എന്താപ്പോ മറ്റേ കിട്ടൊരു തുരുമ്പുമ്മലാണ് പിടിച്ചതാണ്. എന്നിട്ട് കണ്ടോ ഈ കൊല്ലങ്ങളായി കേൾക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞു ഇബാദും ഇബാദത്തും തമ്മിൽ മാറിപ്പോയതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനിയും കൊല്ലങ്ങൾ കേൾക്കുന്നത് തെറ്റുപറ്റി പോകുന്ന എത്ര ആളുകളുണ്ട്? ഖുർആൻ ഓതുന്നത് തെറ്റുപറ്റി പോകുന്ന എത്ര ആളുകളുണ്ട്? നിങ്ങളെ മൗലവിമാരെ തെറ്റുകൾ കാണിച്ചു തരണോ? സുഹൃത്തെ, ഞങ്ങളുടെ പ്രമാണമാണിത്. എന്ത്? അയ്യുഹന്നാസ് ഊസീകും ഇബാദുല്ലാഹി വയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു അഥവാ വസിയത്ത് ചെയ്യുന്നു എന്ന് മുമ്പിലിരിക്കുന്ന കൗമിനോട് പറയുന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. കൊല്ലങ്ങളായി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കത് ഖുർആൻ ഓതുന്ന തെറ്റിയതല്ല ഇവിടുത്തെ വിഷയം. ആ പറയുന്നതിന്റെ പൊരുൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. അതാണ് ഞാൻ പറയുന്ന പോയിന്റ്. ആ പറയുന്നതിന്റെ പൊരുൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. അത് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറയേണ്ടത്. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുമായിരുന്നു. വിഡ്ഢികളെ, അത് മനസ്സിലാകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഇവിടെ ആധികാരികമായി ഇവിടെ തെളിയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെ അടിമ തൂങ്ങണോ ഈ താടി വെച്ച മൗലവി? ഞാൻ നിങ്ങളെ പരീക്ഷിക്കല്ല, അത് പറയല്ല, നിവർത്തില്ല. കുറെ നേരമായി തൂങ്ങണം, അതുകൊണ്ടാ. നമ്മുടെ പണ്ഡിതന്മാർക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്നൊന്നും ഞങ്ങൾ ആർക്കും തെറ്റ് പറ്റിയില്ലെന്നൊന്നും പറയല. ഫജർ എന്നുള്ളതിന് ഫർജ് എന്ന് അബ്ദുറഹ്മാൻ സക്കാവി പറഞ്ഞില്ലേ, പേരോട് അബ്ദുറഹ്മാൻ സക്കാവി? അതൊക്കെ വാക്കബദ്ധമാണ്, അതൊക്കെ മനുഷ്യന് പറ്റുന്നതാണ്. എന്നാലോ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം പോലും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. അല്ലാതെ അത് തെറ്റുപറ്റിയതല്ല, നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഇതുവരെ. നിങ്ങൾ എപ്പോഴും കേട്ടിട്ട് പോലും നിങ്ങൾക്കത് എന്താണ് ഇബാദല്ലാഹ് എന്നുള്ളത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം ഖുതുബ നടത്താൻ. ജനങ്ങൾക്ക് മനസ്സിലാകാതെ അതര വ്യായാമം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. പമ്പര വിഡ്ഢി, അന്നേരം നിനക്ക് മനസ്സിലായിരുന്നില്ല എന്ന് നീ സമ്മതിച്ചല്ലോ, അത് മതി. അയ്യുഹന്നാസ് ഊസീകും ഇബാദുല്ലാഹി വയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ് എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകണ്ട. അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് പറയുന്ന ആർക്കും മനസ്സിലാകുന്നില്ല. എന്താ വിവരക്കേട്? അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടാ പറയുന്നത്, എന്നിട്ട് ആർക്കും മനസ്സിലാകേണ്ട പോലും. വിവരക്കേടിന് കയ്യും കാലും വെച്ച ആള്, എന്നിട്ട് നമ്മളെ വിഡ്ഢിന്ന് വിളിക്കുന്നത്. പൊന്നാര ഹബീബെ, തോറ്റ് മുട്ടുമടക്കി ഞങ്ങൾ തോറ്റ്. നിങ്ങൾ ഏത് ഭാഷ വേണേലും ഖുതുബ നടത്തിക്കോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾ ഖുതുബ നടത്തുന്നുണ്ട്.